ഖനനത്തിലൂടെ ചന്ദ്രനിൽ നിന്നും സമാഹരിക്കാൻ ലക്ഷ്യമിടുന്ന പ്രധാന വസ്തു. ഹീലിയം 3. ഖനനത്തിലൂടെ ചന്ദ്രനിൽ നിന്നും സമാഹരിക്കുവാൻ ലക്ഷ്യമിടുന്ന പ്രധാന വസ്തു. ഹീലിയം 3. 2025 പാരാ അത്ലറ്റിക്സ് ഗ്രാൻഡ് പ്രിക്സിന് ആതിഥേയത്വം വഹിക്കുന്നത് ഡൽഹി. 2025 പാരാ അത്ലറ്റിക്സ് ഗ്രാൻഡ് പ്രിക്സിന് ആതിഥേയത്വം വഹിക്കുന്നത് ഡൽഹി. ഒന്നാം സ്ഥാനത്തെത്തിയ രാജ്യം ഇന്ത്യ. അപ്പോൾ 2025 പാരാ അത്ലറ്റിക്സ് ഗ്രാൻഡ് പ്രിക്സിന് ആതിഥേയത്വം വഹിക്കുന്നത് ഡൽഹിയാണ്. ഒന്നാം സ്ഥാനത്തെത്തിയ രാജ്യം ഇന്ത്യയാണ്. രാജ്യത്തെ ആദ്യ വനിതാ നിയമ സെക്രട്ടറിയായി നിയമിതയായത് അഞ്ജു രതി റാണ. രാജ്യത്തെ ആദ്യ വനിതാ നിയമ സെക്രട്ടറിയായി നിയമിതയായത് അഞ്ജു രതി റാണ. രാജ്യാന്തര പുരസ്കാരത്തിന് അർഹമായ കേരള ടൂറിസം വകുപ്പിന്റെ ക്യാമ്പയിനുകൾ. കം ടുഗദർ ഇൻ കേരള. കം ടുഗദർ ഇൻ കേരള. രാജ്യാന്തര പുരസ്കാരത്തിന് അർഹമായ കേരള ടൂറിസം വകുപ്പിന്റെ ക്യാമ്പയിനുകൾ. കം ടുഗദർ ഇൻ കേരള. നാസയുടെ പുതിയ സൗരദൗത്യം അറിയപ്പെടുന്നത് പഞ്ച് എന്നാണ്. പഞ്ച്. നാസയുടെ പുതിയ സൗരദൗത്യം അറിയപ്പെടുന്നത് പഞ്ച്. ദൗത്യം സൗരവാതത്തിന്റെ ഉറവിടങ്ങളെക്കുറിച്ച് പഠിക്കുക എന്നതാണ്. ദൗത്യം എന്താണ്? സൗരവാതത്തിന്റെ ഉറവിടങ്ങളെക്കുറിച്ച് പഠിക്കുക എന്നാണ്. പഞ്ചിന്റെ ഫുൾ ഫോം പോളാരിമീറ്റർ ടു യൂണിഫൈ ദി കൊറോണ ആൻഡ് ഹീലിയോസ്ഫിയർ. പോളാരിമീറ്റർ ടു യൂണിഫൈ ദ കൊറോണ ആൻഡ് ഹീലിയോസ്ഫിയർ. US കോൺഗ്രസിൽ ഏറ്റവും ദൈർഘ്യമേറിയ പ്രസംഗം അവതരിപ്പിച്ച പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഡൊണാൾഡ് ട്രംപ് 1 മണിക്കൂറും 40 മിനിറ്റുമാണ് പ്രസംഗിച്ചത്. 1 മണിക്കൂറും 40 മിനിറ്റ്. അപ്പോൾ US കോൺഗ്രസിൽ ഏറ്റവും ദൈർഘ്യമേറിയ പ്രസംഗം അവതരിപ്പിച്ച പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. റിസർവ് ബാങ്ക് എക്സിക്യൂട്ടീവ് ഡയറക്ടറായി നിയമിതനായത് അജിത് രത്നാകർ ജോഷി. അജിത് രത്നാകർ ജോഷി. റിസർവ് ബാങ്ക് എക്സിക്യൂട്ടീവ് ഡയറക്ടറായി നിയമിതനായത് അജിത് രത്നാകർ ജോഷി. സ്കൂൾ വിദ്യാർത്ഥികളുടെ പഠനം എളുപ്പമാക്കുന്നതിന് വേണ്ടിയുള്ള കേരളത്തിലെ ആദ്യത്തെ AI ലേണിംഗ് പ്ലാറ്റ്ഫോം സുപാലേൺ. സുപാലേൺ. സ്കൂൾ വിദ്യാർത്ഥികളുടെ പഠനം എളുപ്പമാക്കുന്നതിന് വേണ്ടിയുള്ള കേരളത്തിലെ ആദ്യത്തെ AI ലേണിംഗ് പ്ലാറ്റ്ഫോം സുപാലേൺ. ഓരോ കുട്ടിയുടെയും പഠനത്തിലെ പോരായ്മകൾ AI വിലയിരുത്തലിലൂടെ തിരിച്ചറിഞ്ഞ് അനുയോജ്യമായ വ്യക്തിഗത പരിശീലനം ലഭ്യമാക്കാൻ സുപാലേണിലൂടെ സാധിക്കും. ഇന്ത്യയിലെ ആദ്യ ലോക സമാധാന കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ഗുരുഗ്രാം, ഹരിയാന. ഇന്ത്യയിലെ ആദ്യ ലോക സമാധാന കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ഗുരുഗ്രാം, ഹരിയാന. കേന്ദ്രം തുറന്ന AI സോഫ്റ്റ്വെയറുകളെയും മോഡലുകളെയും പരിശീലിപ്പിക്കാനുള്ള ഡാറ്റാ സെന്ററുകൾ ലഭ്യമാക്കുന്ന പോർട്ടൽ AI കോശ്. കേന്ദ്രം തുറന്ന AI സോഫ്റ്റ്വെയറുകളെയും മോഡലുകളെയും പരിശീലിപ്പിക്കാനുള്ള ഡാറ്റാ സെന്ററുകൾ ലഭ്യമാകുന്ന പോർട്ടലാണ് AI കോശ്. ISROയിലെ സയന്റിഫിക് സെക്രട്ടറിയും ഡയറക്ടറേറ്റ് ഓഫ് ടെക്നോളജി ഡെവലപ്മെന്റ് ഇന്നവേഷൻ ഡയറക്ടറുമായി നിയമിതനായത് M ഗണേഷ് പിള്ള. M ഗണേഷ് പിള്ള. ISROയിലെ സയന്റിഫിക് സെക്രട്ടറിയായും ഡയറക്ടറേറ്റ് ഓഫ് ടെക്നോളജി ഡെവലപ്മെന്റ് ഇന്നവേഷൻ ഡയറക്ടറുമായി നിയമിതനായത് M ഗണേഷ് പിള്ള. 2025 ആദ്യമായി 32 ടീമുകൾ പങ്കെടുക്കുന്ന ഫിഫ ക്ലബ് ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്നത് USA. 2025 ആദ്യമായി 32 ടീമുകൾ പങ്കെടുക്കുന്ന ഫിഫ ക്ലബ് ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്നത് USA. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ 2024 മികച്ച മലയാള പരിഭാഷയ്ക്കുള്ള അവാർഡിന് അർഹനായത് KV കുമാരൻ. KV കുമാരൻ. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ 2024 മികച്ച മലയാള പരിഭാഷയ്ക്കുള്ള അവാർഡിന് അർഹനായത് KV കുമാരൻ. നോവൽ യാനമാണ്. നോവൽ ഏതാണ്? യാനം. 50,000 രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് അവാർഡ്. ജൂനിയർ ലോക ചെസ് ചാമ്പ്യൻഷിപ്പിൽ 1-ാം സ്ഥാനം സ്വന്തമാക്കിയത് പ്രണവ് വെങ്കടേഷ്. പ്രണവ് വെങ്കടേഷ്. ജൂനിയർ ലോക ചെസ് ചാമ്പ്യൻഷിപ്പിൽ 1-ാം സ്ഥാനം സ്വന്തമാക്കിയത് പ്രണവ് വെങ്കടേഷ്. അന്തരിച്ച മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ സ്മാരകം നിലവിൽ വരാൻ പോകുന്നത് രാഷ്ട്രീയ സ്മൃതി സ്ഥൽ. അന്തരിച്ച മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ സ്മാരകം നിലവിൽ വരാൻ പോകുന്നത് രാഷ്ട്രീയ സ്മൃതി സ്ഥൽ. പ്രൊഫഷണൽ സർക്യൂട്ടിലെ വനിതാ താരങ്ങൾക്ക് പ്രതിഫലത്തോടെ പ്രസവാവധി നൽകാൻ തീരുമാനിച്ച കായിക ഇനം ടെന്നീസ്. പ്രൊഫഷണൽ സർക്യൂട്ടിലെ വനിതാ താരങ്ങൾക്ക് പ്രതിഫലത്തോടെ പ്രസവാവധി നൽകുവാൻ തീരുമാനിച്ച കായിക ഇനം ടെന്നീസ്. ആർത്തവ ശുചിത്വത്തിന് അവബോധം സൃഷ്ടിക്കുന്നതിന് കേരളത്തിൽ ആരംഭിച്ച പദ്ധതി
തിങ്കൾ. ആർത്തവ ശുചിത്വത്തിന് അവബോധം സൃഷ്ടിക്കുന്നതിന് കേരളത്തിൽ ആരംഭിച്ച പദ്ധതിയാണ് തിങ്കൾ. KSRTCയുടെ സേവനങ്ങൾ ലഭ്യമാക്കുന്നതിനായി നിലവിൽ വരുന്ന ടോൾ ഫ്രീ നമ്പർ 149. KSRTCയുടെ സേവനങ്ങൾ ലഭ്യമാക്കുന്നതിനായി നിലവിൽ വരുന്ന ടോൾ ഫ്രീ നമ്പർ 149. ദരിദ്രരായ സ്ത്രീകൾക്ക് പ്രതിമാസം 2500 രൂപ വീതം ധനസഹായം നൽകുന്നതിനായി മഹിളാ സമൃദ്ധി യോജന പദ്ധതി പ്രഖ്യാപിച്ചത് ഡൽഹി സർക്കാരാണ്. ദരിദ്രരായ സ്ത്രീകൾക്ക് പ്രതിമാസം 2500 രൂപ വീതം ധനസഹായം നൽകുന്നതിനായി മഹിളാ സമൃദ്ധി യോജന പദ്ധതി പ്രഖ്യാപിച്ചത് ഡൽഹി. ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് ചാമ്പ്യന്മാരായ രാജ്യം ഇന്ത്യ. ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് ചാമ്പ്യന്മാരായ രാജ്യം ഇന്ത്യ. ന്യൂസിലാൻഡിനെ 4 വിക്കറ്റിനാണ് പരാജയപ്പെടുത്തിയത്. ന്യൂസിലാൻഡിനെ 4 വിക്കറ്റിനാണ് തോൽപ്പിച്ചത്. 3ാം തവണയാണ് ഇന്ത്യ ചാമ്പ്യൻസ് ട്രോഫി കിരീടം നേടുന്നത്. പ്ലെയർ ഓഫ് ദ ടൂർണമെന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് രച്ചിൻ രവീന്ദ്രയാണ്. പ്ലെയർ ഓഫ് ദ ടൂർണമെന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് രച്ചിൻ രവീന്ദ്ര. അപ്പോൾ ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് ചാമ്പ്യന്മാരായ രാജ്യം ഇന്ത്യയാണ്. ന്യൂസിലാൻഡിനെ 4 വിക്കറ്റിനാണ് തോൽപ്പിച്ചത്. 3ാം തവണയാണ് ഇന്ത്യ ചാമ്പ്യൻസ് ട്രോഫി കിരീടം നേടുന്നത്. പ്ലെയർ ഓഫ് ദ ടൂർണമെന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് രച്ചിൻ രവീന്ദ്രയാണ്. തലയോട്ടി ഇളക്കിയുള്ള ക്യാൻസർ ശസ്ത്രക്രിയ മൂക്കിലൂടെ നടത്തി നേട്ടം കൈവരിച്ചത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്. തലയോട്ടി ഇളക്കിയുള്ള ക്യാൻസർ ശസ്ത്രക്രിയ മൂക്കിലൂടെ നടത്തി നേട്ടം കൈവരിച്ചത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്. രാജ്യത്തെ 58ാമത് കടുവ സങ്കേതം നിലവിൽ വന്ന സംസ്ഥാനം മധ്യപ്രദേശ്. മധ്യപ്രദേശിലെ മാധവ് നാഷണൽ പാർക്കാണ്. മാധവ് നാഷണൽ പാർക്ക്. അപ്പോൾ രാജ്യത്തെ 58ാമത് കടുവ സങ്കേതം നിലവിൽ വന്ന സംസ്ഥാനം മധ്യപ്രദേശ്. മാധവ് നാഷണൽ പാർക്ക്. ഇന്ത്യയിലെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് റെയിൽവേ കടൽപ്പാലം പാമ്പൻ പാലം. രാമനാഥപുരം മണ്ഡപം മുതൽ രാമേശ്വരം വരെയാണ് പാമ്പൻ പാലത്തിന്റെ നീളം. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് റെയിൽവേ കടൽപ്പാലമാണ് പാമ്പൻ പാലം. ICC പ്രഖ്യാപിച്ച ചാമ്പ്യൻസ് ട്രോഫി ടീം ഓഫ് ദ ടൂർണമെന്റിൽ ഉൾപ്പെട്ട 6 ഇന്ത്യൻ താരങ്ങൾ. ICC പ്രഖ്യാപിച്ച ചാമ്പ്യൻസ് ട്രോഫി ടീം ഓഫ് ദ ടൂർണമെന്റിൽ ഉൾപ്പെട്ട 6 ഇന്ത്യൻ താരങ്ങൾ. 1 വിരാട് കോഹ്ലി, ശ്രേയാസ് അയ്യർ, KL രാഹുൽ, മുഹമ്മദ് ഷമി, വരുൺ ചക്രവർത്തി, അക്സർ പട്ടേൽ. വിരാട് കോഹ്ലി, ശ്രേയാസ് അയ്യർ, KL രാഹുൽ, മുഹമ്മദ് ഷമി, വരുൺ ചക്രവർത്തി, അക്സർ പട്ടേൽ. ചൈനയ്ക്കും US-നും ശേഷം ലോകത്തിലെ 3ാമത്തെ വലിയ മെട്രോ ശൃംഖലയുള്ള രാജ്യം ഇന്ത്യ. ചൈനയ്ക്കും US-നും ശേഷം ലോകത്തിലെ 3ാമത്തെ വലിയ മെട്രോ ശൃംഖലയുള്ള രാജ്യം ഇന്ത്യ. ഇന്ത്യയും കിർഗിസ്ഥാനും തമ്മിലുള്ള സംയുക്ത സൈനികാഭ്യാസം ഖഞ്ചർ. ഇന്ത്യയും കിർഗിസ്ഥാനും തമ്മിലുള്ള സംയുക്ത സൈനിക അഭ്യാസമാണ് ഖഞ്ചർ. ക്യാമ്പസുകൾ ലഹരി വിമുക്തമാക്കാനായി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ നേതൃത്വം നൽകുന്ന ക്യാമ്പയിൻ ലഹരിയോട് സന്ധിയില്ല. ലഹരിയോട് സന്ധിയില്ല. ക്യാമ്പസുകൾ ലഹരി വിമുക്തമാക്കാനായി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ നേതൃത്വം നൽകുന്ന ക്യാമ്പയിൻ ലഹരിയോട് സന്ധിയില്ല. 1 മുതൽ 8 വരെ ക്ലാസുകളിലെ ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്കുള്ള പ്രീ മെട്രിക് സ്കോളർഷിപ്പ്. പ്രീ മെട്രിക് സ്കോളർഷിപ്പാണ് മാർഗദീപം. മാർഗദീപം. സ്കോളർഷിപ്പിന്റെ തുക 1500 രൂപയാണ്. 1500 രൂപ. 1 മുതൽ 8 വരെ 1 മുതൽ 8 വരെ ക്ലാസുകളിലെ ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്കുള്ള പ്രീ മെട്രിക് സ്കോളർഷിപ്പ് മാർഗദീപം. ശ്രീനാരായണ ഗുരുവും ഗാന്ധിജിയും ശിവഗിരിയിൽ കൂടിക്കാഴ്ച നടത്തിയതിന്റെ 100ാം വാർഷികം ആചരിച്ചത് 2025 മാർച്ച് 12. ശ്രീനാരായണ ഗുരുവും ഗാന്ധിജിയും ശിവഗിരിയിൽ കൂടിക്കാഴ്ച നടത്തിയതിന്റെ 100ാം വാർഷികം ആചരിച്ചത് 2025 മാർച്ച് 12-നാണ്. സംസ്ഥാന ട്രാൻസ്ജെൻഡർ കലോത്സവമായ വർണ്ണപ്പകിട്ട് 2025-ന് വേദിയാകുന്നത് തിരുവനന്തപുരം. സംസ്ഥാന ട്രാൻസ്ജെൻഡർ കലോത്സവമായ വർണ്ണപ്പകിട്ട് 2025-ന് വേദിയാകുന്നത് തിരുവനന്തപുരം. ജമ്മു കാശ്മീരിലെ അഖ്നൂറിലെ പെൺകുട്ടികൾക്ക് ഡിജിറ്റൽ കഴിവുകൾ നൽകി ശാക്തീകരിക്കുന്ന ഇന്ത്യൻ സൈന്യത്തിന്റെ പദ്ധതി ഓപ്പറേഷൻ സദ്ഭാവന. ജമ്മു കാശ്മീരിലെ അഖ്നൂറിലെ പെൺകുട്ടികൾക്ക് ഡിജിറ്റൽ കഴിവുകൾ നൽകി ശാക്തീകരിക്കുന്ന ഇന്ത്യൻ സൈന്യത്തിന്റെ പദ്ധതിയാണ് ഓപ്പറേഷൻ സദ്ഭാവന. പ്രപഞ്ചത്തിന്റെ ഉത്ഭവം ഉൾപ്പെടെയുള്ള രഹസ്യങ്ങൾ അറിയാനായി യാത്ര തിരിച്ച നാസയുടെ ദൗത്യം സ്പിയർ എക്സ്. സ്പിയർ എക്സ്.
ഇപ്പോൾ പ്രപഞ്ചത്തിൻ്റെ ഉത്ഭവം ഉൾപ്പെടെയുള്ള രഹസ്യങ്ങൾ അറിയാനായി യാത്ര തിരിച്ച നാസയുടെ ദൗത്യമാണ് സ്ഫിയർ എക്സ്. 30ാം UN കാലാവസ്ഥ ഉച്ചകോടിക്ക് വേദിയാകുന്നത് ബേലം, ബ്രസീൽ. ബേലം, ബ്രസീൽ. 30ാം UN കാലാവസ്ഥ ഉച്ചകോടിക്ക് വേദിയാകുന്നത് ബേലം, ബ്രസീൽ. തകഴി സാഹിത്യ പുരസ്കാരത്തിന് അർഹയായത് KP സുധീര. KP സുധീര. തകഴി സാഹിത്യ പുരസ്കാരത്തിന് അർഹയായത് KP സുധീര. G20 ട്രേഡ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് വർക്കിംഗ് ഗ്രൂപ്പ് മീറ്റിംഗ് ആതിഥേയത്വം വഹിക്കുന്നത് ദക്ഷിണാഫ്രിക്ക. G20 ട്രേഡ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് വർക്കിംഗ് ഗ്രൂപ്പ് മീറ്റിംഗിന് ആതിഥേയത്വം വഹിക്കുന്നത് ദക്ഷിണാഫ്രിക്ക. 2025 G20 വേദിയും ദക്ഷിണാഫ്രിക്ക തന്നെയാണ്. 2025 G20 വേദിയും ദക്ഷിണാഫ്രിക്ക തന്നെയാണ്. കവി വള്ളത്തോളിൻ്റെ ജീവിതവും ദർശനവും പ്രമേയമാകുന്ന ആദ്യത്തെ നോവൽ നിർനിമേഷമായി നിൽക്ക. നിർനിമേഷമായി നിൽക്ക. കവി വള്ളത്തോളിൻ്റെ ജീവിതവും ദർശനവും പ്രമേയമാകുന്ന ആദ്യത്തെ നോവൽ നിർനിമേഷമായി നിൽക്ക രചിക്കുന്നത് ഡോക്ടർ അനിൽ വള്ളത്തോളാണ്. ഡോക്ടർ അനിൽ വള്ളത്തോളാണ്. 2025 ആദ്യത്തെ ചന്ദ്രഗ്രഹണം അഥവാ ബ്ലഡ് മൂൺ ദൃശ്യമായത് 2025 മാർച്ച് 15-നാണ്. 2025 ആദ്യത്തെ ചന്ദ്രഗ്രഹണം അഥവാ ബ്ലഡ് മൂൺ ദൃശ്യമായത് 2025 മാർച്ച് 15-നാണ്. ലഹരി വേട്ടയ്ക്കെതിരെ AI ഉപയോഗിക്കുന്ന രാജ്യത്തെ ആദ്യത്തെ സർവകലാശാല ഡിജിറ്റൽ സർവകലാശാല. ലഹരി വേട്ടയ്ക്കെതിരെ AI ഉപയോഗിക്കുന്ന രാജ്യത്തെ ആദ്യത്തെ സർവകലാശാല ഡിജിറ്റൽ സർവകലാശാല. വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ കിരീടം സ്വന്തമാക്കിയത് മുംബൈ ഇന്ത്യൻസ്. വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ കിരീടം സ്വന്തമാക്കിയത് മുംബൈ ഇന്ത്യൻസ്. ഫൈനലിൽ ഡൽഹി ക്യാപിറ്റൽസിനെ 8 റൺസിനാണ് പരാജയപ്പെടുത്തിയത്. ഫൈനലിൽ മുംബൈ ഇന്ത്യൻസ് ഡൽഹി ക്യാപിറ്റൽസിനെ 8 റൺസിന് പരാജയപ്പെടുത്തി. പ്ലെയർ ഓഫ് ദ മാച്ച് ഹർമൻപ്രീത് കൗർ. ഹർമൻപ്രീത് കൗർ. പ്ലെയർ ഓഫ് ദ മാച്ച് ഹർമൻപ്രീത് കൗർ ആണ്. മുംബൈ ഇന്ത്യൻസിന്റെ ക്യാപ്റ്റനാണ്. അപ്പോൾ വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ കിരീടം സ്വന്തമാക്കിയത് മുംബൈ ഇന്ത്യൻസ് ആണ്. ബഹിരാകാശത്ത് കുടുങ്ങിക്കിടക്കുന്ന സുനിത വില്യംസിനെയും ബുച്ച് വിൽമോറിനെയും ഭൂമിയിലേക്ക് തിരിച്ചെത്തിക്കുന്നതിനായി നാസയും സ്പേസ് എക്സും ചേർന്ന് വിക്ഷേപിച്ച പേടകം ക്രൂട്ടൺ. ബഹിരാകാശത്ത് കുടുങ്ങിക്കിടക്കുന്ന സുനിത വില്യംസിനെയും ബുച്ച് വിൽമോറിനെയും ഭൂമിയിലേക്ക് തിരിച്ചെത്തിക്കുന്നതിനായി നാസയും സ്പേസ് എക്സും ചേർന്ന് വിക്ഷേപിച്ച പേടകം ക്രൂട്ടൺ. ഇന്ത്യയിലെ ആദ്യത്തെ ശീതീകരിച്ച മൃഗശാല അഥവാ ഫ്രോസൺ സൂ. ഇന്ത്യയിലെ ആദ്യത്തെ ശീതീകരിച്ച മൃഗശാല പത്മജ നായിഡു ഹിമാലയൻ സുവോളജിക്കൽ പാർക്ക്, ഡാർജിലിംഗ്. പത്മജ നായിഡു ഹിമാലയൻ സുവോളജിക്കൽ പാർക്ക്, ഡാർജിലിംഗ്. ഇന്ത്യയിലെ ആദ്യത്തെ വന്യജീവി ബയോബാങ്ക് ഉദ്ഘാടനം ചെയ്യപ്പെട്ടതും പത്മജ നായിഡു ഹിമാലയൻ സുവോളജിക്കൽ പാർക്കിലാണ്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ ശീതീകരിച്ച മൃഗശാല പത്മജ നായിഡു ഹിമാലയൻ സുവോളജിക്കൽ പാർക്ക്, ഡാർജിലിംഗ്. ഇന്ത്യയിലെ ആദ്യത്തെ വന്യജീവി ബയോബാങ്ക് ഉദ്ഘാടനം ചെയ്യപ്പെട്ടതും പത്മജ നായിഡു ഹിമാലയൻ സുവോളജിക്കൽ പാർക്കിലാണ്. ഒറ്റത്തവണ കൂടുതൽ സമയം ബഹിരാകാശത്ത് ചെലവഴിച്ചതിന് റെക്കോർഡ് നേട്ടം കൈവരിച്ചത് വലേറിയ പോളിയാക്കോവ്. വലേറിയ പോളിയാക്കോവ് റഷ്യൻ സഞ്ചാരിയാണ്. ഒറ്റത്തവണ കൂടുതൽ സമയം ബഹിരാകാശത്തു ചെലവഴിച്ചതിന് റെക്കോർഡ് നേട്ടം കൈവരിച്ചത് വലേറിയ പോളിയാക്കോവ് റഷ്യൻ സഞ്ചാരി. 437 ദിവസമാണ് 437 ദിവസമാണ് തുടർച്ചയായി ബഹിരാകാശത്ത് താമസിച്ചത്. അപ്പോൾ വലേറിയ പോളിയാക്കോവ് 437 ദിവസം ബഹിരാകാശത്ത് തുടർച്ചയായി താമസിച്ചതിനുള്ള റെക്കോർഡ് ലഭിച്ചിട്ടുണ്ട്. ഒറ്റത്തവണ കൂടുതൽ സമയം ബഹിരാകാശത്ത് ചെലവഴിച്ചതിനുള്ള റെക്കോർഡാണ് വലേറിയ പോളിയാക്കോവ് സ്വന്തമാക്കിയത്. ആലപ്പുഴയിലെ മങ്കൊമ്പ് നെൽവിത്ത് ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ച പുതിയ നെല്ലിനങ്ങൾ ആദ്യ പുണ്യ. ആലപ്പുഴയിലെ മങ്കൊമ്പ് നെൽവിത്ത് ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ച പുതിയ നെല്ലിനങ്ങൾ ആദ്യ പുണ്യ. ആഴ്ചകളോളം കിടന്നാലും വെള്ളം പിടിക്കില്ല എന്നുള്ളതും കീടരോഗബാധ ഏൽക്കില്ല എന്നുള്ളതുമാണ് ഇവയുടെ പ്രത്യേകതകൾ. അതായത് ആദ്യ എന്ന നെൽവിത്തനത്തിൻ്റെയും പുണ്യ എന്ന നെൽവിത്തനത്തിൻ്റെയും ഗുണം എന്ന് പറയുന്നത് ആഴ്ചകളോളം കിടന്നാലും വെള്ളം പിടിക്കുകയുമില്ല, കീടരോഗബാധ ഏൽക്കുകയില്ല എന്നുള്ളതുമാണ് ഇവയുടെ പ്രധാന പ്രത്യേകത. ആസിയാൻ രാജ്യങ്ങളുടെ ദ്വിദിന ഭീകരവിരുദ്ധ സമ്മേളനത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഇന്ത്യ. ആസിയൻ രാജ്യങ്ങളുടെ ദ്വിദിന ഭീകരവിരുദ്ധ സമ്മേളനത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഇന്ത്യ.
കേരളത്തിൽ നിലവിൽ വരാൻ പോകുന്ന അടുത്ത പക്ഷിഗ്രാമം കിദൂർ. കേരളത്തിൽ നിലവിൽ വരാൻ പോകുന്ന അടുത്ത പക്ഷിഗ്രാമം കിദൂർ. കാസർഗോഡ് ജില്ലയിലെ കുമ്പള ഗ്രാമപഞ്ചായത്തിലാണ് കിദൂർ സ്ഥിതി ചെയ്യുന്നത്. കാസർഗോഡ് ജില്ലയിലെ കുമ്പള ഗ്രാമപഞ്ചായത്തിലാണ് കിദൂർ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ കേരളത്തിൽ നിലവിൽ വരാൻ പോകുന്ന അടുത്ത പക്ഷിഗ്രാമം കിദൂർ. മണിപ്പൂർ കലാപത്തിൽ ഇരയാക്കപ്പെട്ടവർക്ക് ആശ്വാസം എത്തിക്കാനും പുനരധിവാസം ഉറപ്പാക്കാനും സുപ്രീം കോടതി നിയമിച്ച കമ്മീഷൻ ജസ്റ്റിസ് ഗീത മിത്തൽ കമ്മീഷൻ. ജസ്റ്റിസ് ഗീത മിത്തൽ കമ്മീഷൻ മണിപ്പൂർ കലാപത്തിൽ ഇരയാക്കപ്പെട്ടവർക്ക് ആശ്വാസം എത്തിക്കുവാനും പുനരധിവാസം ഉറപ്പാക്കാനും സുപ്രീം കോടതി നിയമിച്ച കമ്മീഷനാണ് ജസ്റ്റിസ് ഗീത മിത്തൽ കമ്മീഷൻ. ജസ്റ്റിസ് ഗീത മിത്തൽ കമ്മീഷൻ. 2025 ആദ്യത്തെ ശാസ്ത്രീയ കൽക്കരി ഖനന ബ്ലോക്കായ സരിങ്കാം എ കൽക്കരി ഖനി ഉദ്ഘാടനം ചെയ്ത സംസ്ഥാനം മേഘാലയ. 2025 ആദ്യത്തെ ശാസ്ത്രീയ കൽക്കരി ഖനന ബ്ലോക്കായ സരിങ്കാം എ കൽക്കരി ഖനി ഉദ്ഘാടനം ചെയ്ത സംസ്ഥാനം മേഘാലയ. 2028 ലോസ് ഏഞ്ചലസ് ഒളിമ്പിക്സിൽ ഉൾപ്പെടുത്തിയ മത്സര ഇനം ബോക്സിംഗ്. 2028 ലോസ് ഏഞ്ചലസ് ഒളിമ്പിക്സിൽ ഉൾപ്പെടുത്തിയ മത്സര ഇനം ബോക്സിംഗ് ആണ്. 2025 രണ്ടാം ഖേലോ ഇന്ത്യ പാരാ ഗെയിംസിന്റെ വേദി ന്യൂഡൽഹി. 2025 രണ്ടാം ഖേലോ ഇന്ത്യ പാരാ ഗെയിംസിന്റെ വേദി ഡൽഹിയാണ്. ഭാഗ്യചിഹ്നം ഉജ്ജ്വല. ഉജ്ജ്വല എന്നത് ഒരു കുരുവിയാണ്. പ്രഥമ ഖേലോ ഇന്ത്യ പാരാ ഗെയിംസ് നടന്നത് 2023 അപ്പോൾ 2025 രണ്ടാം ഖേലോ ഇന്ത്യ പാരാ ഗെയിംസിന്റെ വേദി ഡൽഹിയാണ്. ഭാഗ്യചിഹ്നം ഉജ്ജ്വല എന്ന കുരുവിയാണ്. പ്രഥമ ഖേലോ ഇന്ത്യ പാരാ ഗെയിംസ് നടന്നത് 2023. ഇന്ത്യയുടെ ചരിത്രപരമായ ഹോക്കി ലോകകപ്പ് വിജയത്തെക്കുറിച്ചുള്ള പുസ്തകം മാർച്ച് ഓഫ് ഗ്ലോറി. മാർച്ച് ഓഫ് ഗ്ലോറി. ഹോക്കി ചരിത്രകാരൻ കെ അറുമുഖവും പത്രപ്രവർത്തകനായ എറോൾ ഡിക്രൂസും ചേർന്നാണ് പുസ്തകം എഴുതിയത്. അപ്പോൾ ഇന്ത്യയുടെ ചരിത്രപരമായ ഹോക്കി ലോകകപ്പിന്റെ വിജയത്തെക്കുറിച്ചുള്ള പുസ്തകം മാർച്ച് ഓഫ് ഗ്ലോറി. ഹോക്കി ചരിത്രകാരൻ കെ അറുമുഖവും പത്രപ്രവർത്തകനായ എറോൾ ഡിക്രൂസും ചേർന്നാണ് പുസ്തകം എഴുതിയത്. കേരളത്തിലെ ആദ്യത്തെ ഹൈഡ്രജൻ ബസ് പ്രവർത്തനം ആരംഭിച്ചത് കൊച്ചി. കേരളത്തിലെ ആദ്യത്തെ ഹൈഡ്രജൻ ബസ് പ്രവർത്തനം ആരംഭിച്ചത് കൊച്ചി. അന്താരാഷ്ട്ര വിമാനത്താവളത്തിനകത്ത് യാത്രക്കാർക്ക് വേണ്ടിയാണ് സർവീസ് നടത്തുന്നത്. ഇന്ത്യയിലെ ആദ്യ സ്വകാര്യ പേലോഡ് ഹോസ്റ്റിംഗ് ഉപഗ്രഹം നിള. ഇന്ത്യയിലെ ആദ്യ സ്വകാര്യ പേലോഡ് ഹോസ്റ്റിംഗ് ഉപഗ്രഹം നിള. നിർമ്മാണം ടെക്നോപാർക്കിലെ ചെറുകിട ഉപഗ്രഹ നിർമ്മാണ കമ്പനിയായ HEX-20 ആണ്. HEX-20 വിക്ഷേപിച്ചത് 2025 മാർച്ച് 15. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ പേലോഡ് ഹോസ്റ്റിംഗ് ഉപഗ്രഹം നിള. നിർമ്മാണം ടെക്നോപാർക്കിലെ ചെറുകിട ഉപഗ്രഹ നിർമ്മാണ കമ്പനിയായ HEX-20 ആണ്. വിക്ഷേപിച്ചത് 2025 മാർച്ച് 15. ഇന്ത്യയും ഫ്രാൻസും സംയുക്തമായി നടത്തുന്ന നാവികാഭ്യാസം വരുണ. ഇന്ത്യയും ഫ്രാൻസും സംയുക്തമായി നടത്തുന്ന നാവികാഭ്യാസം വരുണ. വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് 2025 പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം 118 വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് 2025 പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം 118. ഒന്നാം സ്ഥാനം ഫിൻലൻഡ്. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു സെഷനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മറ്റൊരു സെഷനുമായി വീണ്ടും കാണാം. താങ്ക് യു.